നമസ്കാരം പ്രശാന്ത് സർ. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു നീക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സംസ്ഥാന കമ്മിറ്റി യോഗമായിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായും സംസാരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുക 2026 ഏറ്റവും തൊട്ടടുത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയായിരിക്കും. ഈ ഒരു സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്തൊക്കെയാവും എന്നൊക്കെയാണ് പലരും ഉറ്റുനോക്കുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മുടെ എതിർ രാഷ്ട്രീയ കക്ഷികൾ ഒക്കെ. എല്ലാവരും ഒരല്പം കരുതിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വിഷയത്തിലുള്ള അങ്ങയുടെ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റതിനു ശേഷം നമ്മുടെ അടുത്ത് പരസ്യമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ വിഷൻ ഇവിടെ അധികാരത്തിൽ വരും, 2026 അധികാരത്തിൽ വരികയാണ്, അല്ലെങ്കിൽ ഇവിടെ BJP അധികാരത്തിൽ എത്തിച്ചതിന് ശേഷമേ ഞാൻ മടങ്ങൂ. അപ്പൊ പുള്ളി ഏതാണ്ട് ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. അതിനുശേഷം പുള്ളി മടങ്ങി പോകുന്നുണ്ട്. കേരളത്തിൽ നിൽക്കാനും താല്പര്യമില്ല എന്നുള്ളതാണല്ലോ അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇതിനകത്ത് ഇന്നലെ തീരുമാനമെടുത്തു. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യം കമ്മിറ്റി വിളിച്ചുകൂട്ടി ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം പുള്ളി എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ സാധ്യതയുള്ള ഇടത്തെല്ലാം ജയിച്ചു വരണം. അത് ആദ്യം പഞ്ചായത്ത് ജയിക്കണം. പഞ്ചായത്ത് ജയിക്കുമ്പോൾ ജനപ്രതിനിധികൾ ഉണ്ടാവും. ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്തിലെ ജനപ്രതിനിധി സാധാരണക്കാരൊക്കെ ഇടപഴകുന്ന ആളായിരിക്കും. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെന്ന് പറയുമ്പോൾ അവർക്ക് സാധാരണക്കാരുടെ ആവശ്യം വരും. അപ്പൊ ജനങ്ങളിലേക്ക് ഇടപഴകാൻ സാധിക്കും. അപ്പം തദ്ദേശ സ്ഥാപനങ്ങളിൽ വരുന്ന ജനപ്രതിനിധികളെ കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കൂടുതലായിട്ട് കിട്ടുന്ന ജനപ്രതിനിധികളെ ഉപയോഗിച്ച് ഈ പറയുന്ന നിയമസഭയിലും ലോകസഭയിലും ഒക്കെ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികളെ കൃത്യമായിട്ട് ജയിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ മിഷൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനെക്കാട്ടിൽ കൂടുതലായിട്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അപ്പോഴത്തേന് പകുതിക്കാരും തീരുമാനമായി. തുടർന്ന് ആ ജനപ്രതിനിധികളെ ഉപയോഗിച്ച് നമുക്ക് MLA MP മാരെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇതിനകത്ത് ഏതാണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒന്നാമത് വന്നതുണ്ട്, രണ്ടാമത് വന്നതുണ്ട്. അങ്ങനെ BJP സ്വാധീന ശക്തിയുള്ള പല മേഖലകളുണ്ട്. ആ മേഖലകളെ പറ്റിയൊക്കെ പഠിക്കുന്നതിനുണ്ടാവും. അതായത് 60 സീറ്റോളം 35,000 വോട്ടോളം കിട്ടിയതുണ്ട്. വളരെ വലിയ ഒരു നേട്ടമാണ്. 60 സീറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമാണെങ്കിൽ പോലും 35,000 വോട്ട് പിടിക്കാൻ പറ്റുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാളെ BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റും. കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ. അതാണ് അതിന്റെ തെളിവ്. ഘടകകക്ഷികളെ പിടിക്കണം, അല്ലെങ്കിൽ സമുദായ സംഘടനകളെ പിടിക്കണം. ഒരു പ്രാവശ്യം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിനകത്ത് അതിവിദഗ്ധനായിട്ടുള്ള ഈ അമിത്ഷാ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ BJPയുടെ ഇവിടുത്തെ കേരള ഘടകത്തിന്റെ പറഞ്ഞതായിട്ടും, അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 2000 വോട്ട് പോലുമുള്ള സമുദായ സംഘടനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ കൂടെ ചേർത്തു. ആരെയും മാറ്റി നിർത്തണ്ട, ആരെയും ചെറുതായിട്ട് കാണണ്ട. അതായത് ആ രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് പുള്ളി ഈ പറയുന്ന UP ആദ്യമേ പുള്ളി ഒരു കൊല്ലം നിന്നപ്പോൾ ഒന്നുമല്ലാത്തടത്തുനിന്ന് 67 അല്ല അന്ന് 70ഓളം സീറ്റിൽ അദ്ദേഹം ഒന്നുമില്ലാത്തിടത്തുനിന്ന് കൊണ്ടുവന്നത്. കാരണം അദ്ദേഹത്തെ അന്ന് ജയിലിൽ കിടന്നതിന് ശേഷം ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നതിന് ശേഷം വെളിയിൽ വന്നപ്പോൾ ജാമ്യവ്യവസ്ഥയ്ക്കകത്ത് ഗുജറാത്തിൽ പോകാനൊക്കത്തില്ല. അന്നേരം പുള്ളി അടുത്ത് ചോദിച്ചു എവിടെ നിൽക്കണം. ഞാൻ അന്നേരം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ UP എന്നാണ്. UP അപ്പം ഇലക്ഷൻ 2014 മോദി വരുന്ന ഇലക്ഷൻ, അവിടെ ഒന്നും BJPക്ക് ഈ പറഞ്ഞതുപോലെ MP മാരൊന്നും ഇല്ലായിരുന്നില്ല. കൂടി വന്ന 3-4 MP മാരുണ്ടായിരുന്നു. അവിടുത്തെ ഇലക്ഷൻ വർക്ക് പുള്ളിക്കായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ പത്രക്കാർ വന്ന് ചോദിച്ചു എത്ര സീറ്റ് കിട്ടും. അന്നേരം പുള്ളി പറഞ്ഞു അത് 67 തൊട്ട് 70 വരെ കിട്ടും. അപ്പൊ പത്രക്കാരെ ആക്കിയ ഒരു ചിരി. കാരണം ഇത് കേട്ടപ്പോഴേ UP പോലുള്ള സംസ്ഥാനത്ത് ഇയാൾ വന്ന വൈകിട്ട് ഞാൻ പറഞ്ഞ ഇലക്ഷൻ ഇലക്ഷന്റെ വോട്ടെടുപ്പിന്റെ തലേന്ന് ചോദിച്ചാൽ ഇലക്ഷന്റെ റിസൾട്ടിന്റെ തലേന്നൊന്ന് കാണണേ. അപ്പം പറഞ്ഞ് കാണാമെന്ന്. കാരണം പുള്ളിയെ കളിയാക്കി ചോദിച്ചത്. പുള്ളി പറഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. അവസാനം പുള്ളി പറഞ്ഞ നമ്പറിൽ ആദ്യത്തെ പ്രാവശ്യം 2014 UP BJP അധികാരത്തിൽ വരുന്ന രീതിയിലേക്ക് പോയി. കാരണം അത്രയ്ക്ക് ആഴത്തിൽ ഇറങ്ങി സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഇവിടെ പറഞ്ഞത്. ഏത് ചെറിയ പാർട്ടിയെയും, ഏത് 2000 പോലും വോട്ടുള്ള പാർട്ടിയും കൂടെ കൂട്ടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയും അങ്ങനെ കൂട്ടി. ഘടകകക്ഷികളൊന്നും ഇപ്പം BJPയുടെ കൂടെ ഇല്ല. കാരണം BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത പാർട്ടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ ഒഴുക്കുണ്ടാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന അദ്ദേഹം കമ്മിറ്റി കൂട്ടി തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ സഹഭാരികളെ തീരുമാനിക്കുന്ന ആ സഹഭാരികളെ തീരുമാനിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന 60 സീറ്റിലും ഈ പറയുന്നത് പോലെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് തീരുമാനിക്കുമ്പോൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ തീരുമാനിക്കുമ്പോൾ അവർക്ക് ചാർജ് കൊടുത്തു പോകണം. അവിടുന്ന് ജയിച്ചു വരേണ്ടതിന്റെ ഉത്തരവാദിത്തം അവർക്ക് ആക്കി പോകണം. അങ്ങനെ വീതം വെച്ച് പോകണം. വീതം വെച്ച് പോയാൽ
ഈ പറയുന്ന പഞ്ചായത്തിൽ തീരുമാനവും ഈ പറയുന്നത് പോലെ നിയമസഭയിൽ തീരുമാനവും പാർട്ടി സ്ഥാനാർത്ഥിയിൽ ജയിക്കുന്ന ഒരവസ്ഥ വരും. 2026 ഇവിടെ ഭരണത്തിൽ വന്നില്ലെങ്കിലും പ്രതിപക്ഷത്തെങ്കിലും വരാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടാവും. അതോടുകൂടി ഇവിടുത്തെ മറ്റു പാർട്ടികളിൽ നിന്ന് ഘടകകക്ഷികൾ ഓടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം പ്രേമേന്ദ്രൻ അടുത്ത് പറയുമ്പോൾ പ്രേമേന്ദ്രൻ ഞാൻ ബി ജെ പി എന്ന് പറയുന്നത് ഒന്നുമില്ല. പ്രേമേന്ദ്രൻ വരും. പ്രേമേന്ദ്രൻ അടുത്ത പ്രാവശ്യം അവിടെ ലോക്സഭയിൽ മത്സരിച്ചാൽ ബി.ജെ.പിയുടെ ഭാഗമായിട്ട് നിന്ന് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്രേമേന്ദ്രൻ തന്നെ വന്ന് ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കും. കേന്ദ്രമന്ത്രി ആവണം താല്പര്യമില്ലാത്ത ആളാണ് പ്രേമേന്ദ്രൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ജോസ് കെ മാണി വരും. ജോസ് കെ മാണി ഇപ്പൊ നിലനിൽപ്പിന് വേണ്ടി എൽ.ഡി.എഫിന്റെ കൂടെ നിൽക്കുക. നാളെ കാലത്ത് ജോസ് കെ മാണിക്ക് അവിടെ സ്റ്റാൻഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഭാഗമായിട്ട് നിന്നാൽ ജയിക്കും എന്നുള്ളൊരു അവസ്ഥ വന്നു, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ പറ്റും എന്നുള്ള രീതി വന്ന ജോസ് കെ മാണി വരും. പലരും വരും. ഈ പറയുന്നത് പോലെ അതിർത്തിയുള്ള യു.ഡി.എഫിനകത്തു നിന്ന് ആൾ ഒഴുകി വരും. ഒഴുകി വന്നാൽ ഇതിനിപ്പോ വരാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആദർശം കൂടിയത് കൊണ്ടൊന്നുമല്ല. വയറ്റിപ്പഴപ്പ് നടക്കത്തില്ല എന്നുള്ള മാർഗമുണ്ട്. അതിനകത്ത് വന്നാൽ എം.എൽ.എ. എം.പി ഒക്കെ ആവാൻ പറ്റും. ഇതിനകത്ത് വന്നാൽ ചാപ്പാടിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. കാരണം ഇതിനകത്ത് തെള്ളാണല്ലേ എം.പി. എം.എൽ.എ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം അദ്ദേഹം 2026 ഈ പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ആദ്യമേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുക്കി 2024 കൃത്യമായ പ്രതിപക്ഷത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ ഭരണപക്ഷത്തിലേക്ക് പുള്ളി നമ്മടുത്ത് പറഞ്ഞതുപോലെ വരാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരുക്കം ഇവിടെ നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ബോധ്യമില്ല. അത് പുള്ളിയുടെ കഴിവാണ്. ആരുള്ള സാഹചര്യം വന്നാൽ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷം സഹായിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ കേരളത്തിൽ ഒന്നടങ്കം ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പം നിൽക്കുന്ന വോട്ട് അതുപോലെ നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ 2026 തന്നെ വരാം. ഈ പറയുന്നത് പോലെ 60 സീറ്റിനകത്ത് അവർക്ക് സാധ്യമായി. അതിനകത്ത് ആ സീറ്റുകൾ ശ്രദ്ധിച്ചു നിന്നാൽ മതി. 71 സീറ്റ് പോരെ മത്സരിച്ച് ജയിക്കാൻ. ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ 2026 പുള്ളി പറഞ്ഞത് പുള്ളി നടത്തിയെടുക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന പോലെ 2026 വളരെ കൃത്യമായിട്ട് പണിയെടുത്ത് ബി.ജെ.പി. പ്രതിപക്ഷത്തിൽ വന്നാൽ 2039 ഉറപ്പായിട്ടും ബി.ജെ.പിക്ക് ഇവിടെ അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാവും. ബി.ജെ.പിയിലേക്ക് ഘടകകക്ഷികൾ ഒഴുകിയെത്തും. ബി.ജെ.പിയിലേക്ക് യു.ഡി.എഫിൽ നിന്ന് ആൾക്കാർ ഒഴുകിയെത്തും. ബി.ജെ.പിയിലേക്ക് CPM-ൽ നിന്ന് ആൾക്കാർ ഒഴുകിയെത്തും. ഇപ്പോൾ വരാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ബി.ജെ.പിക്ക് അകത്ത് വന്നാൽ രാഷ്ട്രീയ ഭാവി ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് ബി.ജെ.പിക്ക് അകത്ത് ആൾക്കാർ വരുന്നതിന് മടി കാണിച്ചു നിൽക്കുന്നത്. അല്ലാതെ അവര് നിൽക്കുന്ന പാർട്ടിക്കകത്ത് അവരത്ര സുരക്ഷിതമായിട്ടുള്ളത് കൊണ്ടല്ല. ഈ പറയുന്ന ശശി തരൂർ ഉൾപ്പെടെ ഉള്ളവർ ഈ പറയുന്ന ബി.ജെ.പിക്കകത്ത് വരുന്നതിന് വേണ്ടിയുള്ള ഗിമിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശശി തരൂരിനെ ബി.ജെ.പി. ശരിക്കും പറഞ്ഞാൽ ബി.ജെ.പിക്ക് അകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി താല്പര്യപ്പെട്ടിട്ടില്ല. അതിനുവേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ബി.ജെ.പിക്ക് അകത്തോട്ട് ശശി തരൂരിനെ കൊണ്ടുവന്ന് ഒരു കേന്ദ്രമന്ത്രിയാക്കേണ്ട ഒരു അവസ്ഥയും അതിനകത്തുനിന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് വല്ല നേട്ടമുണ്ടാക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒന്നും ഇപ്പൊ ഇല്ല. അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കൊണ്ട് ബി.ജെ.പിക്ക് നേട്ടമുണ്ടാകേണ്ടത് കേരളത്തിലാണ്. അത് ശശി തരൂർ അങ്ങോട്ട് മാറി നിന്നാൽ ജയിക്കുന്ന ഒരു സീറ്റായിട്ട് തിരുവനന്തപുരം സീറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ട് ബി.ജെ.പിക്ക്. അതുകൊണ്ട് ശശി തരൂരിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത് ഈ പറയുന്നത് പോലെ വിശ്വപൗരൻ എന്ന് പറഞ്ഞ് അതിനകത്ത് നിൽക്കുന്ന ആ ശശി തരൂരിനെ ഒരു വിശ്വപൗരനായിട്ടൊന്നും ബി.ജെ.പി. കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബി.ജെ.പി. ശ്രമിക്കാത്തത്. എങ്ങനെയെങ്കിലും അതിനകത്ത് നിന്ന് ആ പാർട്ടിയെ കുറ്റം പറഞ്ഞ് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് അതിനകത്തുനിന്ന് പുറത്തു വന്നാൽ ആ സമയത്ത് ബി.ജെ.പിയെ സമീപിച്ച് ഒരു കേന്ദ്രമന്ത്രി ആകുന്നതിന് വേണ്ടിയുള്ള ഒരു പണികളൊക്കെയാണ് ശശി തരൂർ അതിനകത്ത് കാണിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ബി.ജെ.പിക്ക് അകത്തേക്ക് വരുന്നതിന് വേണ്ടി താല്പര്യം എടുത്തു നിൽക്കുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. കേരളത്തിൽ അതിന് മുതിരാത്തതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ആ രീതിയിലേക്കുള്ള സാഹചര്യം ഉരുത്തിരിക്കാൻ ജനം കൂടെ നിൽക്കുന്നുണ്ട്. ആ ജനത്തിനെ കൂടെ നിർത്തി ആ സാഹചര്യം ഉരുത്തിരിക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നാൽ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ സാധിച്ചാൽ നാളെ ബി.ജെ.പി. മാത്രമാകുന്ന ഒരു കേരളമായിട്ട് കേരളം മാറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. യെസ്, രാജീവ് ചന്ദ്രശേഖർ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് 2026 ഏറ്റവും തൊട്ടടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കും, ആരെയൊക്കെ കൂടെ കൂട്ടും എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത്. അതിനുവേണ്ടിയാണ് പലരും കാത്തിരിക്കുന്നത്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.